ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് സ്റ്റഫി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം അറ്റ് ദ മൊമെൻറ്റ് ഞാൻ ദുബായിലില്ല. എന്താ പറയുന്നത്, ദുബായിൽ നിന്ന് യു കെയിലോട്ട് നമ്മൾ പോന്നു. അപ്പോൾ പിന്നെ ഈ ദുബായിലെ വീഡിയോസ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ആപ്റ്റ് ആവില്ല. അത് മാത്രമല്ല, നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും അവിടുത്തെ ജോലിയെല്ലാം സെറ്റ് ആവാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫേസിലായിരുന്നു ഞാൻ. 2021 എനിക്ക് ഒഫീഷ്യൽ ഒ ഇ ടി ഹീറോ ആവാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പം OET എക്സാം എഴുതാനും അങ്ങനെ OET എക്സാം ക്ലിയർ ചെയ്തത് കൊണ്ട് തന്നെ വേറൊരു കൺട്രിയിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനും കിട്ടി. അപ്പോൾ ഞാൻ UK ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് UK മൂവായി. അപ്പം UK നമ്മൾ പുതുതായിട്ട് എത്തുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഓസ്കി എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓസ്കി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ലഭിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് കോമ്പിറ്റൻസി, അതും എന്താ പറയുക, കാനുലേഷൻ ആയാലും അങ്ങനെ പല പല കോമ്പിറ്റൻസീസ് നമ്മൾ പാസ്സാവാനുണ്ട്. അത് നമുക്ക് പതുക്കെ നമ്മുടെ ജോലിയോടൊപ്പം ചെയ്ത് തീർക്കാവുന്ന കുറച്ച് കോമ്പിറ്റൻസീസ് ആണുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ തിരക്കായി. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പിന്നെ എന്താ പറയുക, നമുക്ക് ഈ പരീക്ഷയുണ്ട്, പിന്നെ നമുക്ക് വീട്ടിൽ വരണം, അതുപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഇത്രയും സമയമെടുത്തു. ഇപ്പോൾ ഒന്ന് എന്താ പറയുക, ജോലിയും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ഒന്ന് സെറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാതെ ആ ചാനൽ ക്ലോസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, അതാണ് മെയിൻ റീസൺ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എന്താ പറയുന്നത്, ഇനിയിപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ ചാനലിൽ കൂടുതലായിട്ട് UK നഴ്സിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. UAE നഴ്സിംഗ് കഴിഞ്ഞു. കാരണം നമുക്കിനി കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. കാരണം ഓരോ പ്രാവശ്യവും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ അപ്ഡേറ്റ്സ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പം UK കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും OET ഒക്കെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ഹാർഡ് മെറ്റീരിയൽസ് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒഫീഷ്യൽ OET വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് ആരെങ്കിലും UK മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. പിന്നെന്താണ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാൻ ഇപ്പം. എനിക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് ഒരു മെസ്സേജോ ഒരു വീഡിയോസ് പോലും ആ നമ്മുടെ ആ ചാനലിൽ ഷെയർ ചെയ്തില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും ദുബായിൽ നിന്ന് UK മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.